ഇസ്രയേൽ ജോർദാൻ അതിർത്തിയിൽ വെച്ചാണ് വെടിയേറ്റതെന്ന് മേനംകുളത്തെ എഡിസൺ ചാൾസ് 24 പറഞ്ഞു. അവസാനമായി ഗബ്രിയലിനെ കയ്യിൽ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നത് മാത്രം ഓർമ്മയുണ്ട്. കണ്ണുതുറക്കുമ്പോൾ ഒപ്പം ഗബ്രിയൽ ഇല്ലായിരുന്നു. ബിജു എന്ന ഏജന്റ് മുഖാന്തരമാണ് ജോർദാനിലേക്ക് പോയതെന്നും എഡിസൺ ചാൾസ് പറയുന്നു. അപ്പോൾ വിസിറ്റിൽ പോയിട്ട് അവിടെ നിന്ന് അടുത്ത വിസ അടിച്ചു തരാമെന്നാണ് പറഞ്ഞ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഇവിടെ നിന്ന് ജോർദാനിൽ അടിച്ചല്ലോ, എന്നിട്ട് അവിടെ നിന്ന് ഈജിപ്ത് അടിച്ചിട്ട് തിരിച്ച് വീണ്ടും ജോർദാനിൽ വന്നിട്ട് അവിടെ നിന്ന് ഇസ്രായേൽ അടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. കാറിൽ അവർ ഈ കാറിൽ കുറച്ച് ദൂരം പോകും, എന്നിട്ട് വേറെ കാർ കൊണ്ടുവന്നിട്ട് അതിൽ കയറ്റും, വീണ്ടും ആ കാറിൽ കയറ്റും, അങ്ങനെയാണ് കൊണ്ടുപോയത്. രാത്രിയായപ്പോൾ ഒരു സ്ഥലത്ത് കൊണ്ട് ഇറക്കിയിട്ട് ഒരു ലൊക്കേഷൻ ഇട്ട് എന്നിട്ട് പറയുന്നത് ഈ ലൊക്കേഷൻ നോക്കി അങ്ങ് പോവുക. നമ്മളങ്ങനെ നടന്നു ചെന്ന് കയറി കൊടുത്തതാണ് ഈ ജോർദാൻ ബോർഡറിലെ അവരുടെ ഫ്രണ്ടിൽ. നമ്മൾ 5 പേര്, ആ ഗൈഡും ശ്രീലങ്കയിലെ 2 പയ്യന്മാരും നമ്മൾ 2. അപ്പോൾ ഫസ്റ്റിൽ ഷൂട്ട് ചെയ്യുന്നത് എന്നെ ഷൂട്ട് ചെയ്ത് എൻ്റെ കാലിലാണ്, തുടയിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ തുടയിൽ കൊണ്ടപ്പോൾ എൻ്റെ ബോധം പോയി. അപ്പോൾ തിരിച്ച് ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ കമാൻഡോ ഓഫീസിൻ്റെ അവിടെ ഡോക്ടർ ഈ ബുള്ളറ്റ് എടുക്കുന്നതാണ്. തിരുവനന്തപുരത്ത് നിന്ന് അജീഷ് ജയകുമാർ പ്രൈം ടൈമിൽ തത്സമയം ചേരുകയാണ്. അജീഷ്, ശരിക്കും ഇദ്ദേഹം എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമാണോ മരിച്ചത് എന്ന് വീട്ടുകാർക്ക് മനസ്സിലായത്? എസ് കെ, എന്തായാലും ഗുരുതരമായ ഒരു സംഭവം എന്നാണ്, ഗൗരവതരമായ ഒരു സംഭവം തന്നെയാണ്. കുറച്ചു കാലം മുമ്പും ഇത്തരം സംഭവങ്ങൾ, അതായത് തൊഴിൽ വാഗ്ദാനം ചെയ്ത് വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുപോയി അവിടെ അകപ്പെട്ടു പോകുന്ന ഒരുപാട് പേരുടെ വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്ന് പോലീസും ഇന്റലിജൻസും ഒക്കെ വ്യാപകമായി അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടിയതാണ്. അതിനുശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഇത്തരത്തിലൊരു സംഭവം ആവർത്തിക്കുന്നത്. ഫെബ്രുവരി 10-നായിരുന്നു ഇവർ ജോർദാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് കടക്കാൻ ശ്രമിച്ചത്. ഇവർ താൽക്കാലിക വിസ, സന്ദർശക വിസയിലാണ് തിരുവനന്തപുരം തുമ്പ സ്വദേശികളായ 2 പേർ ജോർദാനിലേക്ക് എത്തിയത്. അവിടെ 4 ദിവസമാണ് താമസിച്ചത്. തുമ്പ സ്വദേശികളായ ഗബ്രിയേൽ തോമസ്, അദ്ദേഹത്തിന്റെ ബന്ധുവായിട്ടുള്ള ചാൾസൺ എഡിസൺ. ഈ ചാൾസൺ എഡിസൺ മാത്രമാണ് ജീവനോടെ തിരിച്ചു വന്നത്. അദ്ദേഹം ഇന്നലെയാണ് കേരളത്തിലേക്ക് മടങ്ങിയെത്തിയത്. അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് ഏറെ ഞെട്ടിക്കുന്നത്. കാരണം 4 ദിവസം ജോർദാനിൽ താമസിച്ചു. അതിനുശേഷം ഒരു കടൽ തീരത്ത് വഴിയാണ് ഇസ്രായേലിലേക്ക് കടക്കാൻ ശ്രമിച്ചത്. ഈ കടക്കാൻ ശ്രമിച്ച സമയത്താണ് ജോർദാൻ സേന തങ്ങൾക്ക് നേരെ വെടിവെച്ചത്. കൂടെ 2 ശ്രീലങ്കൻ പൌരന്മാരും ഒരു UK പൌരനും കൂടെ ഉണ്ടായിരുന്നു. ഇതിൽ ഗബ്രിയേൽ തോമസിന്റെ തലയ്ക്കാണ് വെടിയേറ്റത്. താൻ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ തന്റെ കാലിലും വെടിയേറ്റു. ഓർമ്മ നഷ്ടപ്പെട്ടു. പിന്നീട് ബോധം വരുമ്പോൾ താൻ ജോർദാൻ ക്യാമ്പിലായിരുന്നു. ഇത്രയും ദിവസം ചികിത്സയിലായിരുന്നു. പിന്നീട് നാട്ടിലേക്ക് അയക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ പുറത്തേക്ക് അറിയുന്നത്. അതായത് ഗബ്രിയേൽ തോമസ് മരിച്ച വിവരം അവിടുത്തെ ഇന്ത്യൻ എംബസിയാണ് ഇന്ത്യയിൽ അറിയിക്കുന്നത്, ഇന്ത്യൻ സർക്കാരിനെ ഔദ്യോഗികമായി അറിയിക്കുന്നത്. അപ്പോഴാണ് ഈ സംഭവത്തെക്കുറിച്ചൊക്കെ പുറത്തു പറയുന്നത്. ബിജു എന്ന ഏജന്റ് വഴിയാണ് തങ്ങൾ ജോർദാനിലേക്ക് പോയതെന്നാണ് പറയുന്നത്. 1.5 ലക്ഷം രൂപ ഇയാൾ വാങ്ങിയിരുന്നു. 3 ലക്ഷം രൂപ ശമ്പളമുള്ള ജോലി എന്ന് പറഞ്ഞാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോയത്. എന്തായാലും പോലീസും ഇന്റലിജൻസും ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. അജീഷ്, ഈ ബിജു എന്നുള്ള ഏജന്റിനെ കുറിച്ച് വല്ല വിശദാംശം നമുക്ക് കിട്ടിയോ? എസ് കെ, ബിജു എന്ന ഏജന്റിനെ കുറിച്ച് പോലീസും ഇന്റലിജൻസ് വിഭാഗവും അന്വേഷണം നടത്തുന്നുണ്ട്. ഇയാൾ എവിടെയുള്ള ആളാണെന്നുള്ള കാര്യമൊന്നും ഒരു വിവരം പുറത്ത് വന്നിട്ടില്ല. എന്തായാലും വൈകാതെ തന്നെ അതിന്റെ കൂടുതൽ വിവരങ്ങൾ പോലീസ് വഴി നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാനാകും. അജീഷ് ഒന്ന് അന്വേഷിക്കുക. കാര്യം കേരളത്തിൽ ഏതെങ്കിലും ഒരു തട്ടിപ്പുകാരാണോ എന്ന് സംശയിക്കാൻ ന്യായമുണ്ട്. കാരണം ഇങ്ങനെയുള്ള കുരുട്ടു വഴികളിലൂടെ ഇസ്രായേലിലേക്ക് കടക്കാമെന്നൊക്കെ ആളുകളെ ബോധ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതൊരു സ്ട്രെയിറ്റായ ബുദ്ധിയല്ലല്ലോ. ഓക്കെ, താങ്ക് യു അജീഷ് ജയകുമാർ.